ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായകമായ മൂന്നാം വട്ട ആണവ ചർച്ചകൾ വ്യാഴാഴ്ച ജനീവയിൽ നടക്കാനിരിക്കെ മയപ്പെടുത്തുന്ന നിലപാടുമായി ഇറാൻ. ഒരു ചരിത്രപരമായ കരാർ സാധ്യമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അറിയിച്ചു. പരസ്പര താൽപര്യങ്ങളും ആശങ്കകളും പരിഹരിക്കുന്ന ഒരു അഭൂതപൂർവമായ കരാറിനുള്ള ചരിത്രപരമായ അവസരമാണ് മുന്നിലുള്ളതെന്നും നയതന്ത്രത്തിന് മുൻഗണന നൽകിയാൽ ഇത് യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമമായ എക്സിലൂടെ അറിയിച്ചു. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്നും എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുമായി ഒരു കരാറിലെത്തുന്നതിന് ആവശ്യമായ എന്ത് നടപടികളും സ്വീകരിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മജീദ് തബ്സ് റാവഞ്ചിയും പറഞ്ഞു. US പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരെഡ് കുഷ്നറും ഇറാനിയൻ പ്രതിനിധി സംഘവുമായി ജനീവയിൽ വെച്ച് കൂടിക്കാഴ്ചയും നടത്തും. പശ്ചിമേഷ്യയിൽ അമേരിക്ക തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് ഈ മാസം ആദ്യം ഇരു രാജ്യങ്ങളും ചർച്ചകൾ പുനരാരംഭിച്ചത്. തങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ മേഖലയിലെ US താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. കഴിയുന്നത്ര വേഗം ഒരു കരാറിലെത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഇതിനായി എന്തും ചെയ്യാൻ സന്നദ്ധരാണ്. ഇറാനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണമോ അധിനിവേശമോ ഉണ്ടായാൽ ഞങ്ങളുടെ പ്രതിരോധ പദ്ധതികൾ അനുസരിച്ച് പ്രതികരിക്കും. ഇറാനെതിരായ US ആക്രമണം വലിയൊരു ചൂതാട്ടമായിരിക്കും, തബ്സ് റാവഞ്ചി പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഥമ പരിഗണന നയതന്ത്രത്തിലാണെന്നും ആവശ്യമെങ്കിൽ ബലം പ്രയോഗിക്കാൻ അദ്ദേഹം തയ്യാറാണെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു. മേഖലയിൽ US സൈനിക വിന്യാസം ശക്തമാക്കിയതിനും കരാർ ഉണ്ടായില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനും പിന്നാലെയാണ് ഈ ചർച്ചകൾ ഉണ്ടായത്. ഏതൊരു ചെറിയ ആക്രമണത്തെയും കടുത്ത പ്രത്യാക്രമണത്തിലൂടെ നേരിടുമെന്നും അത് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി കാണുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ വർഷം നടന്ന ചർച്ചകൾ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു. സിവിലിയൻ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടമാക്കുന്നത് തങ്ങളുടെ അവകാശമാണെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഇപ്പോഴും. ഇന്ത്യക്കും പശ്ചിമേഷ്യൻ സംഘർഷം അവഗണിക്കാവുന്ന ഒന്നല്ല. രാജ്യത്തെ സാമ്പത്തികമായും തന്ത്രപരമായും ആഴത്തിൽ സ്വാധീനിക്കാവുന്ന ഒരു പ്രശ്നമാണത്. ഇറാന്റെയും ഒമാന്റെയും ഇടയ്ക്കുള്ള ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് രൂപം കൊള്ളുന്ന ഈ കൊടുങ്കാറ്റ് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെയും പ്രാദേശിക താൽപര്യങ്ങളെയും ഗൾഫ് രാജ്യങ്ങളിൽ വസിക്കുന്ന 85 ലക്ഷം വരുന്ന പ്രവാസികളെയും നേരിട്ട് ബാധിച്ചേക്കാം. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 25% കടന്നു പോകുന്നത് ഇതുവഴിയാണ്. യുദ്ധമുണ്ടായാൽ ഇറാൻ ഈ കടലിടുക്ക് അടയ്ക്കുമെന്ന ഭീഷണി മുഴക്കിയിട്ടുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി അവസാനിപ്പിക്കുക, പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന പുനരാരംഭിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ അനുവദിക്കുക, ഇറാന്റെ മിസൈൽ സംവിധാനത്തിനും പ്രോക്സി ഗ്രൂപ്പുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുക തുടങ്ങിയ നിബന്ധനകൾക്ക് വഴങ്ങിയില്ലെങ്കിൽ പ്രത്യാഘാതം വളരെ മോശമായിരിക്കും എന്നാണ് ട്രംപിന്റെ ഭീഷണി. അതിനെ ശക്തിപ്പെടുത്താൻ 2023 ഇറാഖ് യുദ്ധത്തിന് ശേഷം അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ സൈനിക സന്നാഹങ്ങൾ ഇറാനു ചുറ്റും വിന്യസിച്ചിരിക്കുകയാണ്. 2 വിമാനവാഹിനി കപ്പലുകൾ USS ലിങ്കൺ ഫോർഡ് വന്നുകൊണ്ടിരിക്കുന്നു. സ്ട്രൈക്ക് ഗ്രൂപ്പുകൾ, അത്യാധുനിക പോർ വിമാനങ്ങൾ എന്നിവയെല്ലാം ഉത്തരവിന് കാത്തുനിൽക്കുന്നു. പരമാവധി സമ്മർദ്ദം ചെലുത്തി പറ്റുമെങ്കിൽ ഒരു തവണ പോലും നിറയൊഴിക്കാതെ എതിരാളിയെ സമാധാന കരാറിന് നിർബന്ധിക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. ആദ്യം മിന്നലാക്രമണത്തിലൂടെ ശക്തി പ്രകടനവും ഭയപ്പെടുത്തലും, പിന്നീട് കരാറുകൾ. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ആസ്ഥാനം, മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ, തെരഞ്ഞെടുത്ത ആണവ കേന്ദ്രങ്ങൾ എന്നിവ ആക്രമണത്തിന്റെ ആദ്യ തരംഗത്തിൽ ലക്ഷ്യമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. എന്നിട്ടും ഇറാൻ കരാറിന് സന്നദ്ധമായില്ലെങ്കിൽ വർഷാവസാനം വലിയ യുദ്ധത്തിന് സാധ്യതയുണ്ടെന്നും അവർ പറയുന്നു. തങ്ങളെ ആക്രമിച്ചാൽ വീറോടെ തിരിച്ചടിക്കുമെന്നും യുദ്ധം ഇറാനിൽ ഒതുങ്ങി നിൽക്കില്ലെന്നും മേഖല മുഴുവൻ വ്യാപിക്കുമെന്നും പരമോന്നത നേതാവ് അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.